ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ആയില്യം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർക്ക് വാശിയും നിശ്ചയദാർഢ്യവുമുള്ളവരാണ്. എന്നാലോ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ജ്ഞാനമുള്ള ഇവർക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നല്ല നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുന്നവരും കൂടിയാണ്. കാഴ്ചപ്പാടിലാണെങ്കിൽ ശാന്തശീലരാണെങ്കിലും പൊതുവെ ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനപ്രയാസങ്ങളും വിഷമതകളും വരാതെ നോക്കണം. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക്. 4-ാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് അഷ്ടമഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും 2-ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരൻ്റെ അനുകൂല സ്ഥിതിയും മൂലം കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ഈ ആയില്യം നക്ഷത്രക്കാർ നാഗദേവതകളെ ആരാധിക്കുന്നതും നാഗങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നതും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്.